കർണാടക മന്ത്രിസഭാ വികസനം ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഇന്ന് ഡൽഹിക്ക് പോവുകയാണ്. ഹൈക്കമാൻഡുമായി നാളെയാണ് ചർച്ച. ശ്രീധരൻ തന്നെ ഈ വാർത്തയും വിശദാംശങ്ങൾ കേൾക്കും. ശ്രീധരൻ, മന്ത്രിസഭാ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു കർണാടകത്ത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയാണ്? ഡൽഹി ചർച്ചകളിൽ ഫൈനൽ തീരുമാനം നാളെ തന്നെ ഉണ്ടാകുമോ? ഇപ്പോഴും കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മുതിർന്ന MLA-മാരെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അവരുടെ മണ്ഡലങ്ങളിലുമൊക്കെ കാര്യമായിട്ടുള്ള ഒരു പ്രകടനങ്ങളും ഒക്കെ പരസ്യ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും PCC അധ്യക്ഷൻ V.K. ഹരിപ്രസാദും ഡൽഹിയിലേക്ക് പോകുന്നത്. മല്ലികാർജുൻ ഖാർഗെ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കർണാടകയിലെ ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാല എന്നിവരുമായി ഈ മന്ത്രിസഭാ വികസനം സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. ഏതായാലും നിരവധി MLA-മാർ, പ്രത്യേകിച്ച് സീനിയർ MLA-മാരൊക്കെ കാര്യമായിട്ട് തങ്ങളെ പരിഗണിക്കണം, അതായത് ഇതുവരെ പരിഗണന കിട്ടാത്ത നിരവധി സീനിയർ MLA-മാരുണ്ട്, അവരെല്ലാം തന്നെ തങ്ങളെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മറുവശത്ത് D.K. ശിവകുമാർ തന്നോടൊപ്പം നിന്ന ആളുകളെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മറുവശത്ത് അധികാരം നഷ്ടപ്പെട്ട സിദ്ധരാമയ്യ തന്റെ വിശ്വസ്തരെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മന്ത്രിസഭാ വികസന ചർച്ചകൾ നടക്കാൻ പോകുന്നത്. നേരത്തെ നടത്തിയ ചർച്ചകളിൽ കാര്യമായിട്ട് പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സാമുദായിക ശക്തികളുടെ, പ്രത്യേകിച്ച് ലിംഗായത്ത്, വൊക്കലിക, ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള, അഹിന്ദ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ, MLA-മാരെ മന്ത്രിയാക്കണമെന്നുള്ളൊരു ആവശ്യമൊക്കെ കാര്യമായിട്ട് ഉയരുന്നുണ്ട്. ഏതായാലും ഇത്രയധികം ആവശ്യങ്ങൾ ഉയരുന്ന, അല്ലെങ്കിൽ മുറവിളികൾ ഉയരുന്ന ഒരു സമയത്താണ് വീണ്ടും ഈ ചർച്ചകളിലേക്ക് പോകുന്നത്. നേരത്തെ ഈ മുഖ്യമന്ത്രി അധികാര കൈമാറ്റം വലിയ പ്രശ്നങ്ങളില്ലാതെ D.K. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ ആ അധികാര കൈമാറ്റം വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റാൻ സാധിച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിലും മന്ത്രിസഭാ വികസന കാര്യത്തിലും ഹൈക്കമാൻഡിന്റെ നിലപാട് നിർണായകമാകും. രാഹുൽ ഗാന്ധി സ്ഥലത്തില്ലാത്തതിനാൽ തന്നെ അദ്ദേഹവുമായി ചർച്ചയുണ്ടാകില്ല. ഏതായാലും അന്തിമ തീരുമാനം നാളെയൊന്നും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഏതായാലും ഒരു ഏകദേശ ധാരണയായ ശേഷം രാഹുൽ ഗാന്ധി കൂടി എത്തിയ ശേഷമായിരിക്കും ഈ ചർച്ചകളിൽ മന്ത്രിസഭാ വികസനത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് കർണാടകത്തിലെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുക കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് എന്നതാണ് KB ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.